ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആട് ജീവിതം എന്ന സിനിമ ആദ്യ ദിവസം വളരെ മികച്ച കളക്ഷനോടെയാണല്ലോ നമ്മുടെ ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് യഥാർത്ഥ കറക്റ്റ് ഫിഗേഴ്സ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 8,78,00,000 ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയെടുത്ത സിനിമ $8,71,000 ആണ് ഓവർസീസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. അതായത് 7,26,00,000 രൂപ. അങ്ങനെ ലോകമെമ്പാട് നിന്നും 16,04,00,000 ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. വളരെ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ അടുത്തൊരു നേട്ടം കൂടി നേടിയെടുത്തിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടുന്നതിനോടൊപ്പം തന്നെ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ്പ് 5 ലിസ്റ്റിൽ ആട് ജീവിതം ഇടം പിടിച്ചിരിക്കുകയാണ്. ടോപ്പ് 5 ലിസ്റ്റിൽ 4ാം സ്ഥാനത്താണ് ആട് ജീവിതം നിലവിൽ സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ ആദ്യ ദിവസത്തെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് ലാലേട്ടന്റെ സിനിമയാണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഒപ്പം തന്നെ കോവിഡ് കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ലോകമെമ്പാട് നിന്നും 20,40,00,000 രൂപയാണ് ആദ്യ ദിവസം തന്നെ നേടിയെടുത്തത്. നിലവിൽ പല റെക്കോർഡുകളും വീണുകൊണ്ടിരിക്കുന്ന മോളിവുഡിൽ മരിക്കാറിന്റെ റെക്കോർഡ് FT റെക്കോർഡ് ആര് മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. മരിക്കാറിന് ശേഷം 2ാം സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ദുൽഖറിന്റെ കുറിപ്പാണ്. 2021 കോവിഡ് കാലത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ പാനന്തൻ സിനിമ 19,20,00,000 ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും നേടിയെടുത്തത്. 3ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ 2018 ഒടിയൻ എന്ന സിനിമയാണത്. ചിത്രം ആദ്യ ദിവസം 18,10,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ 4ാം സ്ഥാനത്താണ് ആട് ജീവിതം എന്ന സിനിമ ഇടം പിടിച്ചിരിക്കുന്നത്. 16,04,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ആട് ജീവിതം കിങ് ഓഫ് കൊത്തയെ മറികടന്നാണ് 4ാം സ്ഥാനത്ത് ലിസ്റ്റിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ദുൽഖറിന്റെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ പാനന്തൻ സിനിമ ആദ്യ ദിവസം 15,50,00,000 വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ടോപ്പ് 5 ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. പൃഥ്വിരാജും ഈ ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. ലൂസിഫർ എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയെ ടോപ്പ് 5 നിന്നും 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ആട് ജീവിതം ലിസ്റ്റിൽ 4ാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ വർഷം തന്നെ ഈ ലിസ്റ്റിൽ ഇടം നേടിയെടുക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഈ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് പ്രമുഖ മലയാളി താരങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർക്കെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റിലേക്ക് ഇടം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.